നാളെ 2025 ജൂൺ മാസം 18-ാം തീയതി ബുധനാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഒന്നാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ജൂൺ മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ ഈ മാസം 20 മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കൾ. പ്രതിമാസം 1600 രൂപയാണ് പെൻഷനായി ലഭിക്കുക. 15 മാസമായി ക്ഷേമ പെൻഷൻ ഇപ്പോൾ മുടങ്ങാതെ നൽകി വരികയാണ്. 5 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് 3 മാസത്തെ കുടിശ്ശിക ഇതിനകം കൊടുത്തു തീർക്കുകയും ചെയ്തു. ബാക്കിയുള്ള 2 മാസത്തെ കുടിശ്ശിക ഉടൻ തന്നെ അടുത്ത മാസങ്ങളിലായി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു അറിയിപ്പ് രാജ്യത്ത് UPI പണമിടപാടുകൾ അതിവേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി പുതിയ അപ്ഡേഷനുകൾ വന്നിരിക്കുകയാണ്. ജൂൺ 16 മുതൽ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇടപാടുകൾ പൂർത്തിയാക്കാനെടുക്കുന്ന സമയം 30 സെക്കൻഡിൽ നിന്ന് 10 മുതൽ 15 സെക്കൻഡായി കുറച്ചു. പ്രതിദിനം 50 തവണയെ UPI ആപ്പിലൂടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ സാധിക്കൂ എന്ന നിബന്ധന ഉടൻ പ്രാബല്യത്തിലാകും. നിലവിൽ ഇപ്പോൾ അങ്ങനെയൊരു പരിധിയില്ല. ഉദ്ദേശിച്ചയാൾക്ക് തന്നെയാണ് പണം അയക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിനായി UPI ആപ്പുകളിൽ യഥാർത്ഥ ഗുണഭോക്താവിന്റെ പേര് മാത്രം കാണിക്കണമെന്ന് നിർബന്ധമാക്കി. ഉപയോക്താക്കൾക്ക് പേര് എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന ഫീച്ചറുകൾ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യും. ഈ അപ്ഡേറ്റുകൾ ജൂൺ 30-നകം നടപ്പിലാക്കും. അടുത്തൊരു അറിയിപ്പ് ആധാറിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ആധാറിന്റെ ഫോട്ടോ കോപ്പികൾക്ക് പകരം ഇനി QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ആധാർ സംവിധാനമാണ് വരുന്നത്. പുതിയ സംവിധാനം നവംബറോടെ പൂർത്തിയാകുമെന്നും UIDAI അറിയിച്ചു. വിരലടയാളവും ഐറിസും ഒഴികെ മറ്റെല്ലാം വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. ആധാർ ദുരുപയോഗം ചെയ്യുന്നതിന് ഈ സംവിധാനം വളരെ പ്രധാനമാണെന്ന് അവകാശപ്പെടുന്നു. 5 മുതൽ 7 വയസ്സ് വരെയും 15 മുതൽ 17 വയസ്സ് വരെയും പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് മറ്റ് ഡാറ്റ അപ്ഡേറ്റ് ഉറപ്പാക്കുന്നതിനായി CBSEയുമായും മറ്റു പരീക്ഷാ ബോർഡുകളുമായും ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. അടുത്തൊരു അറിയിപ്പ് രാജ്യത്തെ സെൻസസ് നടപടികൾ നടത്തുന്നതിനുള്ള ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഇത്തവണ 2 ഘട്ടങ്ങളായാണ് സെൻസസ് പൂർത്തിയാക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് ഒരുക്കം വിലയിരുത്തി. ജാതി സെൻസസ് കൂടി ഉൾപ്പെടുത്തിയാകും ഇത്തവണ സെൻസസ് നടത്തുക എന്ന് അമിത്ഷാ വ്യക്തമാക്കി. 93 വർഷത്തിനു ശേഷമാണ് ജാതി സെൻസസ് രാജ്യത്ത് നടക്കുന്നത്. രാജ്യത്തെ 16ാമത് സെൻസസ് ആണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ലഡാക്കിലും ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും 2026 ഒക്ടോബർ 1-ന് സെൻസസ് നടപടികൾ ആരംഭിക്കുമെന്നും 2ാം ഘട്ടമായി രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ 2027 മാർച്ച് 1-ന് ആരംഭിക്കുമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. 16 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ഏറ്റവും പുതിയ സെൻസസ് നടക്കുന്നത്. രാജ്യത്ത് അവസാന സെൻസസ് നടന്നത് 2021-ലാണ്. 2021-ൽ നടക്കേണ്ടിയിരുന്ന കണക്കെടുപ്പ് കോവിഡ് കാരണം മാറ്റിവെക്കുകയായിരുന്നു. അടുത്തൊരു അറിയിപ്പ് സ്വർണം, വെള്ളി, പണയ വായ്പ സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച റിസർവ് ബാങ്ക് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആശ്വാസം പകരുന്നതും ധനകാര്യ സ്ഥാപനങ്ങൾ പാലിക്കേണ്ട ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതുമാണ്. സ്വർണ്ണവിലയുടെ 85% വരെ വായ്പ നൽകണമെന്ന നിർദ്ദേശം വായ്പ എടുക്കുന്നവർക്ക് ഏറെ ഗുണം ചെയ്യും. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്കാണ് പരിധി ഉയർത്തിയിരിക്കുന്നത്. നിലവിൽ ഇത് 75%. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് സ്വർണ്ണ മൂല്യത്തിന്റെ 80% വരെയും 5 ലക്ഷത്തിനു മുകളിൽ വായ്പകൾക്ക് 75% വരെയും ലഭിക്കും. 2.5 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് വരുമാനം നോക്കുകയോ രേഖകൾ ആവശ്യപ്പെടുകയോ വേണ്ടെന്ന നിർദ്ദേശം സാധാരണക്കാർക്കും ഗ്രാമീണ മേഖലയിലുള്ളവർക്കും വായ്പ എളുപ്പം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. സ്വർണവും വെള്ളിയും പണയം വെക്കുന്നതിനുള്ള പരിധിയും റിസർവ് ബാങ്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് 1 കിലോ വരെ സ്വർണ്ണാഭരണം പണയം വെക്കാം. എന്നാൽ സ്വർണ്ണ നാണയമാണെങ്കിൽ 50 ഗ്രാമേ പറ്റൂ. വെള്ളിയാഭരണങ്ങൾ 10 കിലോ വരെയും വെള്ളി നാണയം 500 ഗ്രാം വരെയുമാണ് പരമാവധി പണയം വെക്കാനാവുക. വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി.